ഹായ് കൂട്ടുകാരെ, ഇനി നമ്മൾക്കൊരു ജ്യൂസ് പരിചയപ്പെടുത്താം. എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അതായത് നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന സാധാരണ ചെടിയായ ചെമ്പരത്തിപ്പൂവും തുളസിയിലയും ചെമ്പരത്തിപ്പൂവും പറിച്ച് നമുക്കൊരു പാത്രത്തിലേക്കിടാം. അതില് പ്രാണികളോ പുഴുക്കളോ മറ്റോ ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കി പരിശോധിച്ച് അവിടെ വെക്കാം. ആ ചെമ്പരത്തിപ്പൂ കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നല്ല ചുമന്ന കളറുള്ള ചെമ്പരത്തിപ്പൂ. അത് നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം. അതിന്റെ ആ പച്ച കളറിലുള്ള ഞെടുപ്പുകളെല്ലാം പറിച്ചു കളഞ്ഞതിന് ശേഷം പ്രാണികളോ പുഴുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെമ്പരത്തിപ്പൂവും തുളസിയിലയും കൂടെ ഒരു പാത്രത്തിലിടുക. നമുക്ക് ജ്യൂസിന് എത്ര ജ്യൂസ് വേണമോ അതിന്റെ അത്രയും വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് പാത്രത്തിലേക്ക് പകരുക. അതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാരയോ തേനോ ഉപയോഗിച്ചത് കുടിക്കാം. നല്ല ഹെൽത്തിയായ ചെമ്പരത്തി ജ്യൂസ് റെഡിയായിരിക്കുന്നു. തണുപ്പ് ആവശ്യമുള്ളവർക്ക് അതില് 2-3 ഐസ് കട്ടകളോട് എടുത്താൽ നല്ലൊരു ചെമ്പരത്തി ജ്യൂസ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതിന് വരെ ബൈ.